ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രവാസികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ അവഗണിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സഫാരി സാനുൽ ആബിദീൻ. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസികളോട് സർക്കാരുകൾ കാണിക്കുന്നത് ചിറ്റമ്മ നയമാണെന്നും ഈ അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള ബജറ്റിലും കേന്ദ്ര ബജറ്റിലും പ്രവാസികൾക്കായി യാതൊരുവിധ ആശ്വാസ പദ്ധതികളും ഉൾപ്പെടുത്താത്തതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. പ്രവാസികൾ അയക്കുന്ന പണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമാണ് അംഗീകരിക്കുമ്പോഴും പ്രായോഗികമായ സഹായങ്ങൾ നൽകാൻ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് സഫാരി സാനുൽ ആബിദീൻ കുറ്റപ്പെടുത്തി. സീസണുകളിൽ വിമാന നിരക്കിലെ അന്യായ വർധനവുണ്ടാക്കുന്ന കാര്യത്തിൽ ഇടപെടലുണ്ടാകുന്നില്ല. പ്രവാസി വോട്ടിൻ്റെ കാര്യത്തിൽ ഇനിയും കൃത്യമായ നടപടികളായിട്ടില്ല. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായം നൽകുന്ന പ്രവാസികളോടുള്ള ചിറ്റമ്മ നയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണം. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ നൈപുണ്യം ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. പ്രവാസികളുടെ മക്കൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം മാറണമെന്നും അവർക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ട് ഏർപ്പെടുത്തണമെന്നും സീസണുകളിൽ വിമാന കമ്പനികൾ നടത്തുന്ന അന്യായമായ നിരക്ക് വർധനയിൽ സർക്കാരുകൾ ഇടപെടണമെന്നും വിദേശത്തു നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികളുടെ നൈപുണ്യം പ്രയോജനപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവാസി വോട്ടിന്റെ കാര്യത്തിൽ ഇനിയും കൃത്യമായ നടപടികളുണ്ടാകാത്തത് നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റുകളിൽ പ്രവാസികളുടെ കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്ന മട്ടാണ്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേരള ബജറ്റിലും ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും പ്രവാസിക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങളൊന്നുമില്ല. പ്രവാസികൾ അയക്കുന്ന പണം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുനരാലോചന നടത്തണം. പ്രവാസികളുടെ മക്കൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളിലുള്ള അപ്രഖ്യാപിത വിലക്ക് അവസാനിപ്പിക്കണം. അവർക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ട് ഏർപ്പെടുത്തണം. പ്രവാസം കൊണ്ട് രക്ഷപ്പെട്ട ഏതാനും പേരെ നോക്കി ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സ്ഥിതി അവസാനിപ്പിക്കണം. പ്രവാസികളെ വെറും പണം അയക്കുന്ന യന്ത്രങ്ങളായി കാണാതെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം നൽകുന്നത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. എന്താണ് ബ്രൈഡ്, ഇനി എപ്പ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.